വിവാദങ്ങൾക്കൊടുവിൽ നിർണായക UDF യോഗം ഇന്ന് ചേരും. ബോർഡ്, കോർപ്പറേഷൻ പദവികളുടെ വിഭജനമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവും PM ശ്രീയും യോഗത്തിൽ ചർച്ചയാകും. രാവിലെ 11-ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ചാണ് യോഗം ചേരുക. മുഖ്യമന്ത്രി VD സതീശൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടും UDF യോഗം ഇതുവരെ ചേരാൻ ആകാത്തത്. ഇത് ഘടകകക്ഷികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. തർക്കങ്ങൾക്കൊടുവിലാണ് ഇന്ന് നിർണായകമായ UDFന്റെ യോഗം ചേരുന്നത്. അതൊക്കെ നാളത്തെ UDF യോഗത്തിലെ ചർച്ച. ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? നാളത്തെ UDF ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ നാളെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് അതിൻ്റെ? ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്തും ചോദിക്കാം എന്നുള്ളതുകൊണ്ടാണ്. ബോർഡ്, കോർപ്പറേഷൻ പദവികളുടെ വിഭജനമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ്, PM ശ്രീ പദ്ധതിയിലെ തർക്കം എന്നിവയും യോഗത്തിൽ ചർച്ചയാകും. ക്യാബിനറ്റ് റാങ്കുള്ള പ്രത്യേക പദവിക്കായി ഒരു നിര നേതാക്കൾ രംഗത്തുണ്ട്. ലീഗ് നേതാവ് MK മുനീർ, കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്, മാണി C കാപ്പൻ, G ദേവരാജൻ എന്നിവരാണ് പദവികൾക്കായി രംഗത്തുള്ളത്. മുനീറിനായി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയാണ് ലീഗിന്റെ ലക്ഷ്യം. പക്ഷേ ഇതേ പദവിക്കായി PJ ജോസഫ് സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. നോർക്ക വൈസ് ചെയർമാൻ പദവിയാണ് മാണി C കാപ്പന്റെ നോട്ടം. ദില്ലിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയാണ് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ദേവരാജൻ ആഗ്രഹിക്കുന്നത്. ഈ തർക്കങ്ങൾക്കിടയിലാണ് ബോർഡ്, കോർപ്പറേഷൻ പദവികളും വീതം വയ്ക്കേണ്ടത്. യോഗത്തിൽ ഘടകകക്ഷികൾ കൂടുതൽ പദവികൾക്കായി സമ്മർദ്ദം ശക്തമാക്കിയാൽ ചർച്ചകൾ വീണ്ടും നീളാനാണ് സാധ്യത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.